സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. ഒളിമ്പിക്സിലെ ക്രിസ്തീയ അവഹേളനത്തിനെതിരെ പെറ്റീഷൻ ക്യാമ്പയിൻ ഒപ്പുവെച്ചത് 1,00,000-ലധികം പേർ. ഒളിമ്പിക്സ് ഗെയിംസിന്റെ സംഘാടകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യൻ ലോയേഴ്സ് ഓഫ് സ്പെയിൻ എന്ന സംഘടനയുടെ പെറ്റീഷൻ ക്യാമ്പയിനിൽ 10,000 പങ്കുചേർന്നു. 1,00,000-ലധികം പേരാണ് നിവേദനത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ഡ്രാഗ് ക്വീൻസ് അവതരിപ്പിച്ച ലാസ്റ്റ് സപ്പറിന്റെ വികലമായ അവതരണത്തിനെതിരെ ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികളിൽ നിന്നും പ്രമുഖ നേതാക്കളിൽ നിന്നും വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. 1.5 മില്യൺ യൂറോയുടെ ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ പരിപാടിയിൽ അപ്പോസ്തലന്മാരുടെയും യേശുവിനെയും അവഹേളനപരമായി ചിത്രീകരിച്ച രംഗങ്ങൾ ഏറെ പ്രതിഷേധാർഹമാണെന്ന് സംഘാടന പ്രസ്താവിച്ചു. ഡ്രാഗ് ക്വീൻസിന്റെയും അർദ്ധനഗ്നരായ സ്വവർഗാനുരാഗികളുടെയും കൂട്ടം അന്ത്യത്താഴം പുനഃസൃഷ്ടിച്ച് വിശ്വാസത്തെ അപമാനിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഓരോ ഒളിമ്പിക്സ് ഗെയിംസിലും ലോകമെമ്പാടുമുള്ള സ്റ്റേഡിയങ്ങളിൽ നിറഞ്ഞുനിന്ന ആരോഗ്യകരമായ മനോഭാവത്തിൽ ഇന്ന് ഒന്നും അവശേഷിക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും വിചിത്രമായ കണ്ണടകളും പുതിയ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രചാരണവും എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള നിരവധി ക്രൈസ്തവരുടെ വിശ്വാസത്തെ അപമാനിക്കാൻ ഒളിമ്പിക്സിന്റെ വ്യാപ്തി മുതലെടുക്കാൻ അവർ തീരുമാനിച്ചത് ശരിക്കും ലജ്ജാകരമാണ്. ഉദ്ഘാടന ചടങ്ങ് ആസൂത്രണം ചെയ്തതിന് ഉത്തരവാദിയായ വ്യക്തിക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സംഘടന പ്രസ്താവിച്ചു. സംഭവത്തിൽ ലോകവ്യാപക പ്രതിഷേധമാണ് ഇപ്പോഴും ഉയരുന്നത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.